ആ തർക്കമന്ദിരം പിൽക്കാലത്ത് പൊളിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾ അതിനുവേണ്ടി സമരം നടന്നിട്ടുണ്ട്. രക്തപ്പുഴകൾ ഒഴുക്കിയിട്ടുണ്ട് ഹിന്ദുവിൻ്റെ അവിടെ. സന്യാസി ശ്രേഷ്ഠന്മാർ മരിച്ചു വീണിട്ടുണ്ട്. ആ സംഭവം നടക്കുന്ന വീണ്ടും അത് കലക്ടർ അവിടെ ക്ഷേത്രമാണോ പള്ളിയാണോ എന്നുള്ള വിധി പറയാൻ വേണ്ടി വെച്ചു. ഫൈസാബാദിലെ ആ ജില്ലയുടെ കലക്ടർ മലയാളിയായിരുന്ന ഒരു KK നായരായിരുന്നു. അദ്ദേഹം വളരെയധികം അദ്ദേഹത്തിനെ സ്വാധീനിച്ചു. മുസ്ലിങ്ങൾക്ക് വേണ്ടി അവിടെ വിധി പറയാൻ വേണ്ടി അത് തയ്യാറാകത്തിൻ്റെ പേരിൽ അദ്ദേഹം പിൽക്കാലത്ത് ആ കലക്ടർ പദവി രാജിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. മലയാളിയാണ്, തിരുവല്ലക്കാരനാണ്. പക്ഷെ ഇതിന് ശേഷം സ്വതന്ത്ര ഭാരതത്തിലാണ് നടന്നതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ വിചാരിച്ചു ആ ക്ഷേത്രം അവിടെ പുനരുദ്ധരിക്കപ്പെടും എന്ന് ഭക്തജനങ്ങൾ വിചാരിച്ചു. ഭക്തജനങ്ങളല്ല, ഹൈന്ദവ ജനത. ശ്രീരാമൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. ആ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ആ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെടും, അത് പണിഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരും എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.